സമാധാന ചർച്ച പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ച് ഇറാൻ. മിണ്ടാട്ടം മുട്ടി അമേരിക്ക. അടുത്ത ആഴ്ചയാണ് പാകിസ്ഥാനിൽ രണ്ടാം ഘട്ട സമാധാന ചർച്ചയുമായി ഒത്തുകൂടാൻ വേണ്ടിയിട്ട് അമേരിക്കയും ഇറാനും തീരുമാനിച്ചത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചത്. അതോടനുബന്ധിച്ച് തന്നെ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീർ ഇറാൻ സന്ദർശിക്കുകയും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തു. പ്രശ്നപരിഹാരം ലോകം ആഗ്രഹിക്കുന്നു എന്നും അതിന് വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള അഭിപ്രായവുമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഇറാനോടായിട്ട് പറഞ്ഞത്. വിട്ടുവീഴ്ചയ്ക്ക് തങ്ങൾ തയ്യാറാണെന്നും അതിന് മുന്നോട്ട് വെക്കപ്പെട്ട നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളത് അമേരിക്കയുടെ കടമയാണ് എന്നും ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു. അതിൽ പ്രധാനമായിരിക്കുന്ന വിഷയം ആദ്യത്തെ ചർച്ചയിൽ വന്നത് ആവർത്തിച്ചുകൊണ്ടാണ് ഇറാൻ സംസാരിച്ചത്. ഡയല്യൂട്ട് ചെയ്യുന്ന അഥവാ സമ്പുഷ്ട യുറേനിയപ്പെട്ടാണ് ഈ യുറേനിയം സംസാരം തുടങ്ങിയത്. പ്രവർത്തനം നിർത്തിവെക്കണമെന്നും 20 വർഷത്തേക്ക് മരവിപ്പിക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു. 5 വർഷമായിട്ട് പരിമിതപ്പെടുത്താം എന്ന് ഇറാൻ പറയുകയും ഡയല്യൂട്ട് ചെയ്ത് അതിൻ്റെ കാഠിന്യം കുറക്കാമെന്ന് ഇറാൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അതിൽ അമേരിക്കക്ക് തൃപ്തിയായിട്ടില്ല. മാത്രവുമല്ല, അവരുടെ ഇറാൻ്റെ കൈവശത്തിലുള്ള സമ്പുഷ്ട യുറേനിയം അമേരിക്കക്ക് കൈമാറണം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കൈമാറണം എന്നുള്ളതായിരുന്നു നിലപാട്. അത് ഇറാനും സമ്മതിച്ചിട്ടില്ല. തങ്ങളുടെ കൈവശത്തിലുള്ളത് അല്ലെങ്കിൽ തങ്ങളുടെ അധികാര പരിധിയിലുള്ള തങ്ങളുടെ വസ്തുക്കൾ മറ്റൊരു രാജ്യത്തിന് കൈമാറേണ്ട ആവശ്യമില്ല എന്ന നിലപാടിൽ ഇറാൻ എത്തുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ചർച്ച പരാജയപ്പെട്ടത്. അപ്പോൾ മുൻപ് പറയപ്പെട്ട കാര്യത്തിൽ അവസാനിപ്പിച്ച കാര്യത്തിൽ നിന്ന് തുടങ്ങി ഇറാൻ ഇപ്പോൾ സംസാരിക്കുന്നു. അഥവാ ഇറാൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സമ്പുഷ്ട യുറേനിയം 20 വർഷത്തേക്ക് മരവിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത്രയും വർഷവുമായി ബന്ധപ്പെട്ട് ഹോർമുസ് കടലിടുക്കിൽ നിന്ന് ചുങ്കം പിരിക്കാനുള്ള സമയപരിധി തങ്ങൾക്കുണ്ടാക്കി തരണം, അത് അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയുടെ ഭാഗമാക്കണം എന്ന തരത്തിൽ സംസാരിക്കപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇവർ തമ്മിലുള്ള സംസാരവുമായിട്ട് ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അത് പുറത്തു വിടാനുള്ള സാധ്യത കുറവാണ് എന്ന് പറയുന്നത്. എന്നാൽ അപൂർവമായിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. എത്ര വർഷത്തോളമാണോ ഡയലൂട്ട് ചെയ്യേണ്ടത്, എത്ര വർഷത്തോളമാണോ ആണവായുധമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ ഈ പരാമർശിച്ചുകൊണ്ട് അമേരിക്ക സംസാരിക്കുന്നത്, അത്രയും വർഷം ഇവിടെ ഈ ഹോർമുസ് കടലുമായി ബന്ധപ്പെട്ട് ചുങ്കം പിരിക്കാനുള്ള സമ്മതം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിയമവ്യവസ്ഥ ഉണ്ടാക്കണം എന്നാണ് ഇറാൻ പറഞ്ഞത്. ഇതോടുകൂടിയാണ് അമേരിക്ക പെട്ടുപോയത്. ഇതിന് മറുപടി പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര പാതയായി ഹോർമുസിൻ്റെ കടലിടുക്ക് മാറ്റുകയും അതിൽ ചുങ്കം പിരിക്കുന്ന പ്രവർത്തികൾ നിർത്തിവെക്കണം എന്നുള്ളതുമാണ്. പകരം ഇറാൻ പറയുന്ന കാര്യം, തങ്ങളുടെ രാജ്യം തകർന്നിരിക്കുന്നു, രാജ്യം പുനർനിർമ്മിക്കാൻ വേണ്ടി വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്, അതിലേക്ക് ഈ പണം ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്. തീർച്ചയായിട്ടും തങ്ങളുടെ അതിർത്തി തങ്ങളുടെ രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയായതിനാൽ തങ്ങളുടെ അവകാശത്തിൽപ്പെട്ടതാണ്, അതിൽ നിന്ന് തങ്ങൾ ചുങ്കം പിരിക്കും എന്ന് ഇറാനും പറയുന്നു. അപ്പോൾ പിന്നെ 2 വിഷയമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഹോർമുസ് കടലിൻ്റെ വിഷയം, രണ്ടാമത്തേത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ ഇതിൽ സമ്പുഷ്ട യുറേനിയത്തിന് 20 വർഷമെങ്കിൽ സമാനമായ രീതിയിൽ തന്നെ ചുങ്കം പിരിക്കാനുള്ള ഹോർമുസ് കടലിൻ്റെ അധികാരം 20 വർഷമാക്കിയിട്ട് നിജപ്പെടുത്തണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് കുറയ്ക്കുന്ന സമയത്ത് അവിടെ ഈ യുറേനിയത്തിൻ്റെ വർഷവും ഹോർമുസ് കടലിൻ്റെ വർഷവും തുല്യതയാക്കണം എന്ന് പറയുന്ന സമയത്ത് അമേരിക്കക്ക് മറുപടി പറയാൻ സാധിക്കാതെ കുഴഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അവരിപ്പോൾ ഉള്ളത്. കാര്യം, യുറേനിയത്തിൻ്റെ വർഷം നിജപ്പെടുത്തി 20 വർഷമാണെങ്കിൽ ആ 20 വർഷവും ടോൾ പിരിക്കാനുള്ള അനുവാദം നൽകേണ്ട സ്ഥിതിയിലേക്ക് വരും. അതല്ലെങ്കിൽ സമ്പുഷ്ട യുറേനിയത്തിൻ്റെ നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം 10 വർഷത്തേക്കാണെങ്കിൽ ആ 10 വർഷം ഇവിടെ ടോൾ പിരിക്കാനുള്ള അനുവാദത്തിലേക്ക് എത്തണം. ഇനി 5 വർഷമാണെങ്കിലും ഇറാൻ സമ്മതിക്കും. അപ്പോൾ ഉള്ള വിഷയം എന്ന് പറയുന്നത്, സമ്പുഷ്ട യുറേനിയത്തിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് 5 വർഷം പരിധി നിശ്ചയിക്കുകയാണെങ്കിൽ 5 വർഷം ടോൾ പിരിക്കാനുള്ള അനുമതി കിട്ടുകയും 5 വർഷത്തോടനുബന്ധിച്ച് പിന്നീട് ആണവായുധ നിർമ്മാണത്തിലേക്ക് ഇറാൻ എത്തുകയും ചെയ്യും. അപ്പോൾ അത്
അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയമുള്ള കാര്യമാണ്. അങ്ങനെ എത്തുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളുണ്ടാകും. ഇത് ഏറ്റവും കൂടുതൽ വിഷയം വരുന്നത് ഇസ്രായേലിനെയാണ്. ഇസ്രായേലിൻ്റെ സമ്മർദ്ദവും ഇസ്രായേലിൻ്റെ ഭയവുമാണ് ഇത്രയേറെ വിഷയത്തിലേക്ക് അമേരിക്കയെ കൊണ്ടെത്തിച്ചത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒന്നും സമ്മതിക്കാൻ പറ്റാതെ 5 വർഷത്തേക്കാണ് യുറേനിയം എങ്കിൽ 5 വർഷം ഇവിടെ ടോൾ പിരിക്കാനുള്ള അനുവാദം. അപ്പോൾ 5 വർഷം കഴിഞ്ഞാൽ എന്താവും? ടോൾ പിരി നിർക്കുകയും ചെയ്യും, പകരം ആണവായുധം നിർമ്മിക്കുകയും ചെയ്യും. അപ്പോഴും നിലവിലുള്ള അതേ സാഹചര്യങ്ങളും അതേ അവസ്ഥാ സാഹചര്യങ്ങളും നിലനിൽക്കും. അമേരിക്കക്ക് അപ്പോഴും അത് ഭീഷണിയാണ്. നേരെ മറിച്ച് 20 വർഷത്തേക്കാണെങ്കിൽ 20 വർഷം ടോൾ പിരിച്ച് ഭീമമായിരിക്കുന്ന ഒരു സംഖ്യ ഉണ്ടാക്കുന്ന സമയത്ത് മറ്റ് ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഭീഷണിപ്പെടുത്തുമോ എന്നുള്ളൊരു പേടിയുണ്ട്. കാര്യം $2 മില്യൺ ഒരു കപ്പൽ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഇറാൻ ഇപ്പോൾ വാങ്ങുന്നത്. അത് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 200 കപ്പലെങ്കിലും പോകുന്നുണ്ട് എന്നാണ് അനുമാനം. ഒരുപക്ഷെ കുറച്ച് കുറയാം, ചിലപ്പോൾ കൂടുകയും ചെയ്യാം. ഈക്വാലിറ്റി പറയുന്ന സമയത്ത് അത്രയും കൊണ്ട് അങ്ങനെ ആ സമയത്ത് ഭീമമായിരിക്കുന്ന ഒരു സംഖ്യ ഇറാന് വാങ്ങാൻ വേണ്ടി പറ്റും. 2000-ലധികം കപ്പലുകൾ നിലവിലെ സാഹചര്യത്തിൽ ഹോർമുസ് കടൽ കടക്കാൻ വേണ്ടിയിട്ട് കാത്തുകെട്ടി കിടക്കുന്നു എന്നുള്ളതും അതിൽ ജീവനക്കാർക്ക് ഭക്ഷണം പോലും പ്രയാസമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ലോകത്താകമാനമുള്ള സാമ്പത്തിക മേഖലയും പെട്രോളിയത്തിൻ്റെ മേഖലയും ഇത് സാരമായിട്ട് ബാധിക്കുന്നു. അതിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും ലോകം മൊത്തം അനുഭവിക്കുന്നു എന്നതൊക്കെ അമേരിക്കയുടെ തലക്ക് മേൽ വലിയ രീതിയിൽ പ്രശ്നമായി നിൽക്കുന്ന കാര്യമാണ്. ഇറാൻ പറഞ്ഞ വളരെ ലളിതമായിരിക്കുന്ന ഒരു മറുപടിയുണ്ട്. യുദ്ധം തുടങ്ങിയത് അമേരിക്കയാണ്. അമേരിക്ക യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഹോർമുസ് കടൽ സ്വതന്ത്ര പാതയായിരുന്നു. ഞങ്ങൾ ചുങ്കം പിരിച്ചിട്ടില്ല, ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, അവരെ ഒരു കപ്പലിനും തടഞ്ഞിട്ടില്ല, ഒരു വിഷയം ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ അമേരിക്ക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് അവിടെ കപ്പലിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അതിന് ഉത്തരവാദിത്വം അമേരിക്കയാണ്. ഇതെല്ലാം കൂടി അമേരിക്കയുടെ തലയിലേക്ക് മറിഞ്ഞു വീണതോടുകൂടി അമേരിക്കയും ഒറ്റപ്പെട്ടു. അമേരിക്കക്ക് സഹകരിക്കുന്ന, അമേരിക്കയോട് പിന്തുണ പറയുന്ന, അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യവും ലോകത്തില്ല എന്നുള്ളത് അമേരിക്ക തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ലോകരാജ്യത്തും ലോക രാഷ്ട്രീയത്തിലൊക്കെ ഇടപെടുന്ന ഒരു രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു രാജ്യവും യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇല്ല എന്ന് പറയുന്ന സമയത്ത് വലിയ നാണക്കേടിലേക്കും വലിയ നിരാശയിലേക്കും അമേരിക്ക മാറിയിരിക്കുകയാണ്. മാത്രമല്ല അമേരിക്കയുടെ ആയുധം കണ്ട് ലോകം ഭയക്കുന്നില്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. ചെറിയ ചെറിയ രാജ്യങ്ങൾ പോലും അമേരിക്കക്കെതിരെ സംസാരിക്കുന്നിടത്തേക്ക് ഈ ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കയെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഏത് വലിയ സൈന്യശക്തിയാണെങ്കിൽ തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറയുന്ന സമയത്ത് തന്നെ അവർക്കൊരു ഭയപ്പാടുണ്ടാവും. ലോകത്തൊരു രാജ്യത്തും അങ്ങനെ ഉണ്ടായിട്ടില്ല. അമേരിക്കയുമായി നേർക്കുനേർ ഏറ്റുമുട്ടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം ഇറാൻ ഒഴികെ ചരിത്രത്തിൽ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതും അമേരിക്കയ്ക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്നതാണ്. എല്ലാവിധ തന്ത്രങ്ങളും ശക്തിയും ബുദ്ധിയും പ്രയോഗിച്ചിട്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ കീഴ്പ്പെടുന്നില്ല എന്ന് മാത്രമല്ല, വരാൻ പോകുന്ന 5 വർഷത്തേക്കുള്ള ആയുധ കാര്യങ്ങളൊക്കെ തങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു. വരൂ നമുക്ക് യുദ്ധം ചെയ്യാം എന്ന് വെല്ലുവിളിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സമയത്ത് അമേരിക്ക തന്നെ അമ്പരക്കുകയാണ്. 3-ാം ലോക യുദ്ധത്തിന് തയ്യാറെടുപ്പ് എടുക്കുന്ന തരത്തിലാണ് ഹോർമുസ് കടലിൻ്റെയും അറബിക്കടലിൻ്റെയും മെഡിറ്ററേനിയൻ കടലിൻ്റെയും മേഖലയിൽ അപ്പാടെ യുദ്ധക്കപ്പലും അതിൻ്റെ സംവിധാന കാര്യങ്ങളും ഒരുക്കൂട്ടിയത്. എന്നിട്ട് പോലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യമാണ്, തങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഈ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കുകയോ തങ്ങളുടെ കപ്പലിനെ തടയുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ കപ്പലിനെ കടലിൽ മുക്കുമെന്നാണ്. ഇപ്പം തന്നെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്ന അബ്രഹാം ലിങ്കൺ കപ്പൽ, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വിവരങ്ങളൊന്നുമില്ല. ജെറാൾഡ് ആർ ഫോർഡ്, ആ മെഡിറ്ററേനിയൻ കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ കപ്പലിനെ കാണാനില്ല. അബ്രഹാം ലിങ്കൻ്റെ ഈ ജോർജ് ബുഷ് വലിയ കപ്പൽ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചും വിവരമില്ല. ഒറ്റപ്പെട്ട ചെറിയ ചെറിയ കപ്പലുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഭീമന്മാരായിരിക്കുന്ന കപ്പലിനൊക്കെ വലിയ രീതിയിൽ മുറിപറ്റിയിരിക്കുന്നു.